ഹായ് ഫ്രണ്ട്സ്, എൻട്രി എലവേറ്റ് കോഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025 ഏറ്റവും മികച്ച കുറച്ച് കമ്പ്യൂട്ടർ സയൻസ് പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, അതൊക്കെ എങ്ങനെ നിങ്ങളുടെ റെസ്യൂമേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങളുടെ റെസ്യൂമെ മെച്ചപ്പെടുത്താം, അതുവഴി എങ്ങനെ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ റിക്രൂട്ടറെ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്ച്വലി ഒരു ജോബിലേക്ക് എത്തിപ്പെടാം, ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഞാൻ ഈ പ്രോജക്റ്റുകളെ ഇത്ര ഊന്നി പറയുന്നത്? കാരണം പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരു കമ്പനിയിൽ നിങ്ങൾ കയറുന്ന സമയത്ത് ആ കമ്പനിയിലെ വർക്ക് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും, റിയൽ വേൾഡ് പ്രോജക്റ്റുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പ്രോജക്റ്റിലുള്ള നിങ്ങളുടെ എക്സ്പോഷർ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കമ്പനീസ് തീർച്ചയായിട്ടും വാല്യുവേറ്റ് ചെയ്യും. അപ്പം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു OMR ബേസ്ഡ് ടെസ്റ്റുകളോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപരി അവർക്ക് നിങ്ങൾക്ക് പ്രോജക്റ്റിൽ എത്രത്തോളം സ്കില്ലുണ്ട്, ലൈക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ, ആ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന ഒരുപാട് ഫേസസ് ഉണ്ട്. കാരണം ഒരു പ്രോജക്റ്റിന് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഒരു പ്രോബ്ലമാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. ആ പ്രോബ്ലം നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും, അതും നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ ഇനി പഠിക്കേണ്ട കുറേ സ്കില്ലുകൾ, ലൈക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളൊരു സപ്പോസ് ചിലപ്പോൾ ഒരു ജാങ്കോ പോലെ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ജാങ്കോ ഫ്രെയിം വർക്കിനെ കുറിച്ച് പഠിക്കണത് ഈവൻ നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI, അതേപോലെ തന്നെ ഡേറ്റാ സയൻസ്, ഇങ്ങനെ ഒരുപാട് ടേമുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുടെ പ്രാവീണ്യം, കാരണം ഇതിലൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് അങ്ങനെയുള്ള പ്രോജക്റ്റ് ഐഡിയാസ്, അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നുകൂടി പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്നുകൂടി പറയുന്നത്, അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഇങ്ങനെയുള്ള കുറേ ടേമുകൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് തന്നെ എന്തൊക്കെ പ്രോജക്റ്റുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ട് നമുക്കിപ്പം മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു സർക്കിൾ ഉണ്ട്. അതിനകത്ത് വരുന്ന ഒരു ചെറിയ ഭാഗമാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ ഡീപ്പ് ലേണിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇന്നർ ഡെപ്തിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ ഈ ഡീപ്പ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പം സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, അപ്പോൾ അതേപോലെ തന്നെ ഈ ജനറേറ്റീവ് AI ഒക്കെ വരുന്നത് ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജനറേറ്റീവ് AI എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ, ജനറേറ്റീവ് AI എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ഒരുപാട് അറിവുകൾ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കും. ഒരു ലാർജ് ലാംഗ്വേജ്, ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റിൽ ഒരു കമ്പ്യൂട്ടറിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച കമ്പ്യൂട്ടർ ഒരു നോളേജ് ഉണ്ടാക്കിയെടുത്ത്, അതിനൊരു ഇൻ്റലിജൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ സിസ്റ്റം തന്നെ പുതിയ ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ജനറേറ്റീവ് AI എന്നൊക്കെ പറയുന്നത്. അപ്പം അവിടേക്കൊക്കെ എത്തിപ്പെടാൻ പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം യൂസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം, ഇതിലൊക്കെ ഈ സ്കില്ലുകളിലൊക്കെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കുകളിലൊക്കെ നമുക്ക് അറിവുണ്ട്, നമ്മൾ ഈ റിക്രൂട്ടറെ അറിയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് ആ പ്രോജക്റ്റ് ഐഡിയാസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോജക്റ്റുകൾ, ഫസ്റ്റ് നമുക്ക് പറയാം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം വാട്സപ്പിലും അല്ലെങ്കിൽ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ, ഇതിലൊക്കെ നമുക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇതിലെല്ലാം നമ്മൾ കമൻസും നമ്മുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലാവാം, ചിലപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിലാവാം. അപ്പോൾ ആ ലാംഗ്വേജിലൊക്കെ എഴുതിയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിനകത്തുനിന്ന് ഫെച്ച് ചെയ്തെടുക്കാം. ഇതിനകത്തുനിന്ന് മീനിങ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് കൊടുക്കാം. അത് നല്ലൊരു പ്രോജക്റ്റ് ഐഡിയ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ആ ലാംഗ്വേജ് പ്രോസസ്സ് ചെയ്ത്, ഏത് ലാംഗ്വേജ് ആണെങ്കിലും അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു പ്രോജക്റ്റ് ഐഡിയ ആണ്. ഇനി വേറൊരു പ്രോജക്റ്റ് ഐഡിയ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മുടെ യൂസറുടെ കയ്യിൽ നിന്ന് കുറേ ഇമേജസ് എടുത്ത് അതിനകത്തുനിന്ന്, അതിലിപ്പം ഒബ്ജക്ട്സ് ഡിറ്റക്ട് ചെയ്തിട്ട്, ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഗ്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ഗ്ലാസ് ആണ്. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്ത് ഒരു അപ്പൻഡിങ് കൂടിയുണ്ട്, ഒരു ബ്ലൂടൂത്ത് ഒരു ഹെഡ്സെറ്റിലേക്കും കൂടി ഒരു അപ്പൻഡിങ് കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ക്യാമറ സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു IoT പ്രോജക്റ്റിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പം അതിനകത്ത് ഒരു ക്യാമറ വെച്ച് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്ത് ആ ഡാറ്റയിൽ നിന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ മനസ്സിലാക്കി അതൊക്കെ എന്തൊക്കെയാണെന്ന് ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അതാലോചിച്ച് നോക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ആംഗ്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ആംഗ്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾക്ക് നമുക്ക് ആ ഇൻപുട്ട് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈ ആംഗ്യഭാഷനെ നമുക്കൊരു സൗണ്ടായിട്ട് പുറപ്പെടുവിക്കാം. അവർക്ക് സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതായിരിക്കും ചിലപ്പോൾ പ്രശ്നം.
അപ്പോൾ ഈ ആംഗ്യ ഭാഷയിൽ കാണുന്ന കാര്യങ്ങളെ നമുക്ക് സൗണ്ടായിട്ട് പുറപ്പെടുപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നൊരു ഭാഗമാണ്. അപ്പോൾ അത് സ്കോപ്പുള്ളൊരു ഏരിയയാണ്. അപ്പം ലൈക്ക് എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളെ നമ്മൾ സഹായിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ, അങ്ങനെ ടെക്നോളജി ഇവോൾവ് ചെയ്യുന്നത് അവരെ കൂടി ഹെൽപ്പ് ചെയ്ത് അവരെ കൂടി നമ്മുടെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇതിന് ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ കാർഷിക മേഖലകളിൽ അവർ ഒരുപാട് രോഗങ്ങൾ അവരുടെ വിളകൾക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്യാമറയിൽ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് ഒരു ആപ്പിലേക്ക്, ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗം ഇന്നതാണ്, അത് ഇന്ന പ്രശ്നങ്ങളാണുള്ളത്, ഇന്ന മരുന്നുകളാണ് അതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ രീതിയിലാണ് യൂസ് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ഒരു സജഷൻ തരുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. അപ്പം അതും നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന പ്രോജക്റ്റാണ് AI മെഷീൻ ലേണിംഗ് ഭാഗത്ത്, അല്ലേ? അപ്പം അതേപോലെ തന്നെ കാറുകൾ സെൽഫ് ഡ്രൈവിങ്, ലൈക്ക് നമ്മുടെ ട്രാഫിക്കിലെ റൂളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ട്രാഫിക് സൈനുകളുണ്ട്, അതൊക്കെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ഇന്ന ഡിസിഷൻസ് ആണ് മേക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് കാറിൻ്റെ ഒരു ചെറിയ മൊഡ്യൂൾ, ഒരു ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ ഇന്നതാണ് ഹാപ്പൻ ചെയ്യേണ്ടത്, ഒരു ട്രാഫിക് സിഗ്നൽ കാണുമ്പോൾ ഇങ്ങനെയാണ് ഹാപ്പൻ ചെയ്യേണ്ടത്, ഒരു സൈൻ ബോർഡ് കാണുമ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം പറയാൻ പറ്റുന്ന ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം, അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്, അല്ലേ? അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ ഓൾറെഡി ഉള്ള കാര്യങ്ങളായിരിക്കാം. അതിനകത്ത് നിങ്ങളുടേതായുള്ള ചേഞ്ചസ് എന്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ലൈക്ക് ഒബ്ജക്ട് ഡിറ്റക്ഷൻ ഓൾറെഡി ഉള്ളതാണ്, ഫേസ് റെക്കഗ്നീഷൻ ഓൾറെഡി ഉള്ള മൊഡ്യൂളാണ്. അപ്പോൾ അവിടെ ഗൂഗിളിൻ്റെ ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറയുന്നൊരു മൊഡ്യൂളുണ്ട്, അത് യൂസ് ചെയ്തിട്ട് അതിനെ സ്പീച്ചാക്കി കൺവേർട്ട് ചെയ്തു നമ്മൾ. അപ്പോൾ അത് വേറെ പ്രൊജക്റ്റായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ അതിൽ നോക്കാം, അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എപ്പോഴും വേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഏതൊരു കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആളുകൾ, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കമ്പനീസ് ഇതൊക്കെ ഒരുപാടാണ്, നമുക്കറിയാം. അപ്പം വെബ്സൈറ്റ് ഡെവലപ്പറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രൊജക്റ്റുകൾ നമ്മുടെ റെസ്യൂമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് പൈത്തൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്ക് ഉണ്ട്, ജാങ്കോ എന്ന് പറയുന്നത്. അത് നമുക്ക് പഠിക്കാം. പൈത്തൺ നമുക്ക് പഠിച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ പൈത്തൺ വഴി ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പോകാം. അതായത് മെഷീൻ ലേണിംഗ്, ഡാറ്റാ സയൻസ്, വെബ് ഡെവലപ്മെൻറ്റ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാം നമുക്ക് പൈത്തൺ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കണമെങ്കിൽ പൈത്തൻ്റെ ഒപ്പം ജാങ്കോ കൂടി പഠിച്ചാൽ മതി. പൈത്തൺ തന്നെയുള്ള ഒരു വെബ് ഡെവലപ്മെൻറ്റ് ഫ്രെയിംവർക്കാണ്. അപ്പോൾ അത് പഠിച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാം. ഇനി മെഷീൻ ലേണിംഗും നമ്മുടെ ഈ ജാങ്കോ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാം. കാരണം മെഷീൻ ലേണിംഗ് എനേബിൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ എല്ലാ ഹൗസസ്, ലൈക്ക് വീടുകളുടെയൊക്കെ പ്രൈസസൊക്കെ നമ്മൾ നോക്കി അതെല്ലാം നമ്മളൊരു ഡാറ്റാ ബേസിലേക്ക് അപ്ലോഡ് ചെയ്ത് അതിനെ നമുക്ക് കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ച് കമ്പ്യൂട്ടറിന് നാളെ ഞാൻ ഒരു വെബ്സൈറ്റാണ്, ആ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഒരു വീടിൻ്റെ എനിക്ക് 2 ബെഡ്റൂം വേണം, ഒരു അടുക്കള വേണം, ഒരു സ്റ്റെയർ വേണം, ഇതെല്ലാം കൊടുത്തിട്ട് ഒരു എണ്ണ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്ര രൂപയാവാൻ ചാൻസ് ഉണ്ട് സാർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്ന ഒരു സിസ്റ്റം. ഹൗസ് പ്രൈസ് പ്രഡിക്ഷൻ ആണ്, ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ നമ്മളൊരു വെബ്സൈറ്റായിട്ട്, ഒരു പ്രോഡക്റ്റായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വാല്യൂ കൂടുതലാണ്, അല്ലേ? നമ്മളൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം പുതിയ ചില ഇ-കൊമേഴ്സ് സിസ്റ്റങ്ങൾ കാണാം, നമ്മുടെ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വെയർ ചെയ്ത പോലെ, ഒരു ഡ്രസ്സാണെങ്കിൽ ഇത് വെയർ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡാണെങ്കിൽ അത് ഹാൻഡിൽ യൂസ് ചെയ്യാൻ എവിടെയാണോ യൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഒരു ഫീൽ, ഒരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒക്കെ വെച്ച് അങ്ങനെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം അതുപോലെ തന്നെ അതിനകത്ത് തന്നെ പേഴ്സണൽ റെക്കമെൻഡേഷൻ സിസ്റ്റങ്ങൾ, കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയാമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഇനി നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചെയ്യാം. നമ്മുടെ ഇതുവരെയുള്ള മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് എങ്ങനെ ചിന്തിക്കും, നമ്മുടെ ഇതുവരെയുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിലും CT സ്കാൻ ആണെങ്കിലും നമ്മുടെ എക്സ്റേസ്, നമ്മളിതുവരെ ചെയ്ത എല്ലാ മെഡിക്കൽ ഡോക്യുമെൻറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ട് അവരോട് അതിനകത്തുനിന്ന് നമ്മുടെ സിസ്റ്റത്തിനോട് അതിനകത്തുനിന്ന് ഒരു അനലൈസ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് തരാൻ മതിയാണ്. നമുക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഉണ്ട്, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അതിന് മെഡിസിൻസ് ഡയറക്റ്റ്ലി പ്രൊവൈഡ് ചെയ്യേണ്ട, കാരണം അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള യോഗ, അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സസൈസസ്, ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഫുഡ്, അപ്പം ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മളിത് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പോയിൻ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ റെസ്യൂമിൽ വെച്ചിട്ട് ഒരു ടെക്നിക്കൽ റൗണ്ടിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു കാര്യങ്ങൾ. കാരണം അതിൽ കൂടുതലൊന്നും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് നമ്മൾ
നമ്മുടെ എക്സിസ്റ്റിംഗ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് പ്രൊജക്റ്റുകൾ ലൈക്ക് നമുക്ക് ബ്ലോഗ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് രീതിയിൽ പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. ബ്ലോഗ് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ഇതിനകത്തൊക്കെ ഓൾറെഡി ഉള്ളതാണ് ബ്ലോഗും ഇ-കൊമേഴ്സ് ഒക്കെ. പക്ഷെ അതിനകത്തൊക്കെ നമ്മുടേതായിട്ടുള്ള മാറ്റങ്ങൾ, അതും ഈ ന്യൂ ഡേ ടെക്നോളജീസ് ആയിട്ടുള്ള ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ജനറേറ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്കോപ്പ് അപ്പോഴും കൂടുതലാണ്. ഓക്കെ, അപ്പം പിന്നെ ഇതിന് ഒപ്പം പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT പ്രോജക്റ്റുകൾ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് മാത്രമല്ല, കുറച്ച് ലൈക്ക് ഞാൻ പറഞ്ഞ പോലെ ക്യാമറയോ കുറച്ച് മോട്ടോഴ്സോ കാര്യങ്ങളൊക്കെ ഇതിനൊപ്പം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃഷിയിടം, ആ കൃഷിയിടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് അവിടെ മണ്ണിലെ വെള്ളത്തിനനുസരിച്ച് വെള്ളം പമ്പ് ചെയ്യാനും, മണ്ണിലെ ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും മണ്ണിൽ കുറവുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ, അതിലെന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ വന്ന് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ഉണ്ടാവാൻ, ഇങ്ങനെ ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു കൃഷി സ്ഥലത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. കാരണം ഇപ്പോൾ ആർക്കും സമയമില്ല, കൃഷി ചെയ്യാൻ ആർക്കും സമയമില്ല. അപ്പം നമുക്ക് ഓൾറെഡി ചിലപ്പോൾ സ്ഥലം ഉണ്ടായിരിക്കും, അവിടെ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭാവിയിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടാൻ പറ്റും. സോ അതൊരു കൈൻഡ് ഓഫ് പ്രൊജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇ-കൊമേഴ്സ് IoT വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ. ഇനിയിപ്പോൾ അക്വേറിയം നമ്മൾ ഡെയിലി അതിൻ്റെ ചേഞ്ചും കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ ഒരു സെൻസർ വെച്ച് അതിൻ്റെ അമോണിയ എന്താണെന്ന് വെച്ചാൽ അത് മോണിറ്റർ ചെയ്ത് അതിനകത്ത് വാട്ടർ ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ അമോണിയ കൺട്രോൾ ചെയ്യാനുള്ള എന്തെങ്കിലും ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ ഓക്സിജന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ. അപ്പോൾ ഇതെന്താ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻസർ വെച്ച് അതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിന് വേണ്ടിയുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അപ്പം ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡാണ്, അല്ലേ? ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ജനറേറ്റീവ് AI, അതേപോലെ തന്നെ നമുക്ക് പൈത്തൺ ജാങ്കോ എന്നുള്ള വെബ്സൈറ്റുകളുടെ ഡെവലപ്മെൻറ്റ്, IoT പ്രോജക്റ്റുകൾ, ഇതെല്ലാമാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത്. കാരണം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസിലും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെബ്സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ മെഷീൻ ലേണിംഗ് ഒക്കെ എനേബിൾഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടേതായിട്ടുള്ള ഇന്നോവേഷൻ അവിടെ ഉണ്ടാവും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു റിക്രൂട്ടർ നിങ്ങളുടെ പ്രോജക്റ്റ് നോക്കി ഇംപ്രസ്ഡ് ആവുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ഇൻ്റർവ്യൂ കോളേ വരുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണ്, അതിൻ്റെ ടെക്നോളജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയാണ്, അതിനകത്ത് ഉപയോഗിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വൃത്തിയായിട്ട് പറയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ആ ഇൻ്റർവ്യൂവിനകത്ത് ക്ലിയർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ പറയുന്ന പ്രോജക്റ്റുകളെ സംബന്ധിച്ചുള്ള ഡൗട്ടുകൾ, അതിൻ്റെ കോഡുകൾ, അതിൻ്റെ അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതിൻ്റെ താഴെ ഞാൻ ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഡിസ്കോഡ് ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് മെൻറ്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാവും. സോ ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ ഓരോ പ്രോജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒരുപാട് ഇന്നോവേറ്റീവ് കണ്ടൻറ്റ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പുതിയ സീരീസ് തുടങ്ങിയാണ്. അത് എസ്പെഷ്യലി ഫോർ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. കാരണം ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഇപ്പം പ്ലേസ്ഡ് ആവാൻ, പ്ലേസ്മെൻറ്റ്സിനൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഭാഗത്തുനിന്നുള്ളൊരു സപ്പോർട്ടാണ് ഈ വീഡിയോസിനകത്ത് ഉണ്ടാകുന്നത്. സോ ഫൈനൽ ഇയേഴ്സിന് മാത്രമല്ല, ഇനി വരുന്ന എല്ലാ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ IT ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ വീഡിയോസ് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു. അത് ശ്രീറാം, പൈത്തൺ എൻട്രി ലെവൽ പൈത്തൺ കോഴ്സുകളുടെ ലീഡ് മെൻറ്ററാണ്. സൈനിങ് ഓഫ്. താങ്ക് യു.